കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുമെന്ന് ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ. പുഴയിലെ ശക്തമായ അടിയൊഴുക്ക് ദൗത്യത്തിന് വെല്ലുവിളിയാണ്. സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തിയെന്നും ഡി.കെ. ശിവകുമാർ പറഞ്ഞു. See, we have done our best. You know, our parliament member also came. Your local, our parliament member, our friend also had come there. They know the problem. It is a very dangerous place. We wanted to protect. We wanted to this one. So even the military or even the even Raghavan had a meeting with a lot of our officials also. We are trying to trace it. There is 1 kilometer of water. You should know that the river of water. It has just washed away. It is very difficult, but still we have hopes that we are continuing with our efforts. അരുൺ പൂപ്പറമ്പ് ചെയ്യുന്നുണ്ട് കർണാടകയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഈ ശിരൂരിലെ തിരച്ചിൽ അത് തുടരുമെന്ന് ഉപമുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതേസമയം തന്നെ വലിയ വെല്ലുവിളിയാണ് അത് എന്നും പറയുന്നു. സാധ്യമായ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകും, അത് എപ്പോൾ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ ഡി.കെ. ശിവകുമാർ? പ്രജിൻ, ഇതിൽ നേരത്തെ തന്നെ ഈ തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട തടസ്സം അതിനൊരു കാരണമായി കർണാടക പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് ഡി.കെ. ശിവകുമാർ ഇന്ന് ആവർത്തിച്ചു എന്നതാണ് നമ്മൾ കാണേണ്ടത്. അതായത് ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് ഇപ്പോഴും ശക്തമായി തുടരുന്നു. അതുകൊണ്ട് തന്നെ ഇത് തെരച്ചിലിന് പ്രതിസന്ധിയാകുന്നു എന്നതാണ്. അത് നേരത്തെ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ തന്നെ വ്യക്തമാക്കിയതാണ്. നിലവിൽ ഇപ്പോഴും 5 നോട്ട്സിന് മുകളിലാണ് നിലവിലെ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക്. അതൊരു 3 നോട്ട്സിൽ എത്തിയാൽ മാത്രമേ നാവികസേനയ്ക്ക് പുഴയിൽ ഇറങ്ങിയുള്ള തെരച്ചിൽ സാധ്യമാകൂ എന്നതാണ്. 3.5 നോട്ട്സിലേക്ക് എത്തിയാൽ മാത്രമേ ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള ഈ മണ്ണ് നീക്കം ചെയ്യുന്ന മറ്റ് സംവിധാനങ്ങളിലേക്ക് ഉൾപ്പെടെ പോകാൻ കഴിയൂ എന്നതാണ് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. അത് ഇന്ന് ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ അത് ആവർത്തിക്കുന്നു. കർണാടക സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രതികരണം ഈ ശിരൂർ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നു എന്നതാണ് ഇതിൽ നമ്മൾ കാണേണ്ടത്. ഇപ്പോഴും ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇത് എപ്പോൾ പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. ഡി.കെ. ശിവകുമാർ പറയുന്നത് തെരച്ചിൽ പുനരാരംഭിക്കും, അവർ ഇത് നിർത്തിയിട്ടില്ല, അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ഇതെങ്ങനെയാണ് ഇവർ പുനരാരംഭിക്കാൻ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്ലാൻ കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ എന്ന കാര്യം നിലവിൽ ഇപ്പോൾ സംശയമാണ്. ജില്ലാ ഭരണകൂടവുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ നാളെ ഇതുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ കൂടി ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് പരിശോധിക്കും. അതിനുശേഷം ഈ അടിയൊഴുക്ക് കുറഞ്ഞാൽ, അനുകൂലമായാൽ അവർ തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം എടുക്കും എന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നാളെ അതിനുശേഷമായിരിക്കും നാവികസേനയെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് ജില്ലാ ഭരണകൂടം അറിയിക്കുക. നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പരിശോധിച്ച ഘട്ടത്തിൽ 5 നോട്ട്സ് മുകളിലാണ് ഈ അടിയൊഴുക്ക് എന്നതാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ നിലവിൽ പറയുന്നത്. നാളെ പരിശോധിക്കുന്നതിന് മുമ്പ് 3 നോട്ട്സിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നത്. സ്വാഭാവികമായും തെരച്ചിലിൽ ഇപ്പോഴും ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്നത് റിയാലിറ്റിയാണ്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. അടിയൊഴുക്കാണ് ശിരൂരിലെ തെരച്ചിലിന് വിലങ്ങ് തടിയായി നിൽക്കുന്നതെന്നാണ് ഇപ്പോൾ കർണാടക സർക്കാർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്.